ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും ഫേമസ് ആയ ഒരു ജേർണലിസ്റ്റ് എങ്ങനെയായി? ഓരോരുത്തരുടെ ഒരു മിനിറ്റ് ഓരോരുത്തരുടെ പ്രൊഫഷനിലും ഓരോരുത്തർ വളർന്നു വലുതാവാനുള്ള ആഗ്രഹവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഹാർഡ് വർക്ക്, അപ്പോൾ സമയം നോക്കാതെ സന്ദർഭം നോക്കാതെ അധ്വാനം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ കച്ചവടമെങ്കിൽ ആ കച്ചവടത്തിൽ ഉയർന്ന് വീണ്ടും നല്ല നിലയിലെത്താനുള്ള അശ്രാന്ത പരിശ്രമം. നിങ്ങളൊരു ജേർണലിസ്റ്റാണെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് പ്രഗത്ഭന്മാരായ ജേർണലിസ്റ്റുകളുടെ ജീവചരിത്രം പഠിക്കുന്നു, അവർ എന്തൊക്കെ പറഞ്ഞു അത് പഠിക്കുന്നു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടൊരു ജേർണലിസം എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നമ്മളൊരിക്കലും ഇത്ര ഉയർച്ചയിലെത്തുന്ന ആരും വിചാരിച്ചില്ല. അതൊക്കെ ദൈവത്തിന്, ഞങ്ങൾ ദൈവവിശ്വാസികളാണ്. പക്ഷെ ഇന്ന് കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ഏത് ബിസിനസ്സും മോഡേണൈസ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. ലോകത്തിൽ ഇപ്പോൾ ഞാനൊരു റീറ്റെയിൽ ബിസിനസ്സുകാരനാണ്, ഞാൻ സൂപ്പർ മാർക്കറ്റുകാരനാണ്, അരി വിൽക്കുന്ന ആൾ, അതുപോലെ ഉപ്പും മുളകും വിൽക്കുന്നു. ബേസിക് അതാണ്. എൻ്റെ സൂപ്പർ മാർക്കറ്റ് അതുണ്ട്, അതെൻ്റെ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ റീറ്റെയിൽ ബിസിനസ്സിൽ ലോകത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? വാട്ട് ഈസ് ദ ന്യൂ ഇന്നോവേഷൻ? വാട്ട് ഈസ് ദ ന്യൂ ട്രാൻസ്ഫോർമേഷൻ? അത് പ്രാവർത്തികമാക്കി മോഡേണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മൈ ബിസിനസ് വിൽ ഡൈ. ശരിയാണ്. അപ്പോൾ ആ പുതിയ മേഖലകൾ എന്തൊക്കെ സംഭവിക്കുന്നു? ഇപ്പോൾ ഞാനൊരു ഫുഡ് ബിസിനസ്മാനാണ്, ഭക്ഷണ സാധനങ്ങൾ വെക്കുന്നതാണ്. ഒരുപാട് പുതിയ ഇന്നോവേഷനാണ്. സപ്പോസ് ഡയബറ്റിക് ഫുഡ്, ഡയറ്റ് ഫുഡ്, എഗ് ഫ്രീ, കൊളസ്ട്രോൾ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, ഓർഗാനിക് ഫുഡ്. അങ്ങനെ ഈ ഭക്ഷണത്തിൽ തന്നെ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസാണ് ആൾക്കാർ. കാരണം പുതിയ തലമുറ ഭക്ഷണത്തിൽ ഈ ഒബീസിറ്റിയൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുഡ് സിനാരിയോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഹൈജീനിക്കായി സൽമോണില കുറവുള്ള ഫുഡ്, സൽമോണില ഇല്ലാത്ത ഫുഡ്, അങ്ങനെയൊക്കെയുള്ള മോഡേണൈസ് ചെയ്തിട്ടെങ്കിൽ എനിക്കതിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാലാകാലങ്ങളിലനുസരിച്ച് മാറി ആ മാറ്റം ചിന്തിക്കുകയും അതിനനുസരിച്ച് മാറ്റപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ ബാക്കടിക്കും.